ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. രണ്ടാം കൃഷിക്ക് ഒരുക്കിയ പാടശേഖരങ്ങളിൽ മട വീഴുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ഉണ്ട്. മനീഷ്, ഇന്നലെ മനീഷ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ ചെറിയ മെല്ലെപ്പോക്ക് ഉണ്ട് ജില്ലയിൽ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു എന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈനകരിയിലെ മടവീഴ്ച സംബന്ധിച്ച വിവരങ്ങളും വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഈ പാടശേഖരങ്ങളിൽ മട വീഴുമെന്ന ആശങ്കയിലാണോ നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ കുട്ടനാട്ടിലെ കർഷകരൊക്കെ? ഗോപികൃഷ്ണൻ, നിലവിൽ പുഞ്ചകൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷി ഒരുക്കത്തിൽ നിൽക്കുകയാണ് കർഷകർ. അതുകൊണ്ട് തന്നെ ഈ മടവീഴ്ച ഉണ്ടായാൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വലിയ ആശങ്കയുണ്ട്. നിലവിൽ മഴ ഉച്ചയ്ക്ക് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കൂടി കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നതോടെ, പ്രത്യേകിച്ചും കോട്ടയത്ത് പെയ്യുന്ന മഴയാണ് ആലപ്പുഴയ്ക്ക് ആശങ്കയാകുന്നത്. മീനച്ചിലാറ്റിലൂടെ എത്തുന്ന ജലം അത് വേമ്പനാട്ട് കായലിലൂടെ ആലപ്പുഴയിലെ കുട്ടനാട് മേഖലയിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ മടവീഴ്ചകൾ ഉണ്ടാകും. അങ്ങനെ മട വീണാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 21 ക്യാമ്പുകളാണ് ഇന്ന് ജില്ലയിൽ ആകെയുള്ളത്. വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാകുമെന്ന് അറിയുന്നുണ്ട്. ഇതിൽ 14 ക്യാമ്പുകൾ സ്കൂളുകളാണ്. ഈ സ്കൂളുകൾ ക്യാമ്പുകളാകുന്നതോടുകൂടി തന്നെ എങ്ങനെയാണ് സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള മറ്റു കാര്യങ്ങളെന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കായംകുളത്തൊരു അടിയന്തര യോഗം ചേർത്തിരുന്നു. മഴക്കാലത്ത് എങ്ങനെ നേരിടാമെന്ന തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നു. ഒപ്പം തന്നെ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ ഇന്നലെ തന്നെ തുറന്നിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ നഗരത്തിലൊക്കെ തന്നെ നേരത്തെ ആലപ്പുഴ ജില്ലയിലൊക്കെ മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ചും താഴ്ന്ന മേഖലയായ കുട്ടനാട്ടിലായിരുന്നു ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുകയെങ്കിൽ ഇപ്രാവശ്യം അത് നഗര കേന്ദ്രീകൃതമായ നഗരത്തിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുൻപ് 2018 മഹാപ്രളയം ഉണ്ടായ സമയത്ത് പോലും വെള്ളക്കെട്ട് ഉണ്ടാകാത്ത ആലപ്പുഴ നഗരത്തിലെ കൊമ്മാടി, പൂന്തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇപ്പോഴും വെള്ളം ഒഴുകി മാറുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ഇഷ്ടംപോലെ കനാലുകളുള്ള നഗരമാണ്. അവിടെ കൊമേഴ്ഷ്യൽ കനാലുണ്ട്, AS കനാലുണ്ട്. അങ്ങനെ ഈ കനാലുകളിലൂടെ കൃത്യമായി ഒഴുകി പോകാത്തതാണ് ആളുകളുടെ ജീവിതം ദുസ്സഹമാകുന്നത്. ഒപ്പം തന്നെ കായലോര മേഖലയായിട്ടുള്ള ചുങ്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവിടെ കായലിൽ നിന്ന് വെള്ളം കയറുന്നില്ല, പക്ഷേ പാടശേഖരത്തിൽ നിറഞ്ഞ വെള്ളം വീടുകളിലേക്ക് കയറുന്നു. പാടശേഖരത്തിൽ നിന്ന് വെള്ളം കൃത്യസമയത്ത് അവിടെ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് ഒഴുക്കി കളയുന്നില്ല എന്ന വിഷയമുണ്ട്. ചേർത്തലയിലാണ് ഇന്നൊരു 64-കാരൻ അവിടെ പാടശേഖരത്തിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ റോഡിനോട് ചേർന്ന് പാടശേഖരമായിരുന്നു. പക്ഷേ അവിടെ വെള്ളം കയറി കിടന്നതുകൊണ്ട് വലിയ ആഴമുണ്ടായിരുന്നു. അവിടെ മുങ്ങി അദ്ദേഹം മരിക്കുകയായിരുന്നു. അങ്ങനെ ദാരുണമായ സംഭവം ആലപ്പുഴയിലുണ്ടായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഈ വേമ്പനാട്ട് കായലിൽ ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ, കുട്ടനാട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും വെള്ളം ഉയരുന്നുണ്ട്. അത് തോട്ടപ്പള്ളി വഴിയും ഒപ്പം തന്നെ അന്ധകാരൻ അഴി വഴി 2 വഴിയിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലും 90 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലാകട്ടെ 39 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിലവിലത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ നമുക്ക് മുന്നിൽ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.